ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു വോയിസ് ഓവർ ബൈ രേഷ്മ. ഇന്നീ പറയാൻ പോകുന്ന സിനിമയെക്കുറിച്ച് എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. അമ്മാതിരി ഒരു വെടിച്ചില് ഹൊറർ ത്രില്ലർ ഫിലിപ്പൈൻ സിനിമയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഷേ റാറ്റിൽ റോൾ ഈവിൾ ഒറിജിൻ. നിങ്ങൾക്ക് ഈ മഴയത്തൊരു കിടിലം പ്രേതത്തെ കാണണോ? അത് ഈ സിനിമയിലുണ്ട്. പ്രേതത്തിനൊപ്പം കുറച്ച് സൈക്കോ കില്ലേഴ്സ് കൂടെ ഉണ്ടല്ലോ. അപ്പം പടം വേറെ ലെവലാവും അല്ലേ? കൂട്ടത്തിൽ കുറച്ച് സോംബികളൂടായാലോ? അങ്ങനെ നല്ല കിണ്ണം കാച്ചിയ ഒരു പടം മഴയത്ത് രാത്രിയിലിരുന്ന് കാണാൻ താല്പര്യമുള്ളവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അടുത്ത ബെല്ലോട് കൂടി നമുക്ക് ഈ സിനിമ കണ്ടു തുടങ്ങാം. ഈ സിനിമ പറയുന്നത് 3 കാലഘട്ടത്തിലെ കഥയാട്ടോ. അതായത് പാസ്റ്റ് 1775, പ്രസന്റ് 2025, പിന്നെ ഫ്യൂച്ചർ 2050. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു തകർന്ന കപ്പലും കടലിലൂടെ ഒഴുകി നടക്കുന്ന ഒരു പെട്ടിയുമാണ്. ആ കാലം എന്ന് പറയുന്നത് 1775 കുറച്ച് കന്യാസ്ത്രീകൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചൊരു മുറിയിലേക്ക് കയറുമ്പം അവിടെ ഒരു സ്ത്രീ രക്തം പുരണ്ട കൈകൊണ്ട് ഭിത്തിയിൽ ഇങ്ങനെ എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുക. ആ സ്ത്രീ ആ ചെകുത്താൻ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുക, അവനെ തടയണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ഈ ബഹളം വെക്കുന്നതും ഒരു കന്യാസ്ത്രീ ആട്ടോ. അവരുടെ പേര് ക്ലാര എന്നാ. അപ്പോഴേക്കും ക്ലാര പ്രേതം കൂടിയ പോലെ കണ്ണൊക്കെ വെളുത്തിട്ട് വീണ്ടും ബഹളം വെക്കാൻ തുടങ്ങും. ഉടനെ ജനലിലൂടെ ചെകുത്താന്റെ കൈകള്, അതിങ്ങനെ ഒരു മരക്കൊമ്പ് പോലത്തെ കൈകളാ, അതിങ്ങനെ മെല്ലെ മുകളിലോട്ട് വരുന്നുണ്ട്. അത് കണ്ട് ക്ലാര പേടിച്ച് വീണ്ടും കരയാൻ തുടങ്ങും. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് അതേ പള്ളിയിൽ തന്നെ പുതിയതായിട്ട് ചേരാൻ വന്ന 4 സിസ്റ്റേഴ്സിനെയാ. അങ്ങനെ സിസ്റ്റേഴ്സ് എന്ന് തന്നെയല്ലേ പറയുന്നത്, എനിക്ക് അതിനെപ്പറ്റി അത്ര അറിയത്തില്ല കേട്ടോ. ആ സമയം തന്നെയാണ് കടലിൽ ഒഴുകി നടന്ന ആ പെട്ടിയുണ്ടല്ലോ, അത് കുറച്ച് ജോലിക്കാരി പള്ളിയിലേക്ക് വലിച്ചോണ്ട് വരുന്നത്. ആ പെട്ടിയുടെ പുറത്താണെങ്കിൽ എന്തൊക്കെയോ രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടും ആ പള്ളിയിലെ റോസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ആരും അറിയാതെ വന്ന് ഈ പെട്ടിയിൽ എന്താന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ മറ്റൊരു സിസ്റ്റർ ആയിട്ടുള്ള പൈഡ് അവിടേക്ക് വരുന്നത്. അവരും ഈ പെട്ടി കാണുന്നുണ്ട്. ഇതിലെന്താന്ന് പൈഡ് ചോദിക്കുമ്പം റോസിനും അറിയത്തില്ല. എന്താണെന്നറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് അവരത് തുറക്കാൻ പോയപ്പോഴാണ് പൈഡ് വന്നത്. മിക്കവാറും കടലിൽ നിന്ന് തകർന്ന ഏതെങ്കിലും കപ്പലിൽ നിന്ന് കിട്ടിയ പെട്ടിയായോണ്ട് വൈൻ ആവാനാണ് സാധ്യത. അതാണ് റോസ് പാത്തും പതുങ്ങിയൊക്കെ വന്നത്. പെട്ടി കണ്ടിട്ട് ഒരു മെക്സിക്കൻ ചായയും ഉണ്ട്. അതും പറഞ്ഞ് പൈഡ് തിരിഞ്ഞതും പെട്ടെന്ന് അവിടേക്ക് ആരാണ്ട് നടന്നു വരുന്ന ശബ്ദം കേട്ട് സിസ്റ്റർ റോസി ഉടനെ വേഗം സ്ഥലവും കാലിയാകും. ഈ സമയം മുറിയിൽ പ്രേതം കയറിയെന്ന് ആരോപിച്ച പൂട്ടിയിട്ടിരിക്കുന്ന സിസ്റ്റർ ഉണ്ടല്ലോ ക്ലാര, അവര് വീണ്ടും മുറിയിൽ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അവൻ വന്നു, ഇനി എല്ലാരെയും അവൻ കൊല്ലും, ഇനി ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവര് കിടന്ന് കരയും. ഇതൊന്നും അറിയാതെ പെട്ടിയുടെ അടുത്തിരിക്കുന്ന സിസ്റ്റർ പൈഡിനോട് ആരോ അതൊന്ന് തുറന്നു നോക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ചുറ്റും നോക്കുമ്പം ആരെയും കാണാത്തോണ്ട് പേടിച്ച് പൈഡ് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോവും. പുതിയതായിട്ട് സിസ്റ്റർ ആയിരിക്കുന്ന 4 പേരിൽ ഒരാളായ ഫ്ലോറ വന്നപ്പോൾ മുതൽ ആരോ തിരക്കുന്നുണ്ട് കേട്ടോ. ഉടനെ മറ്റൊരു കുട്ടി സിസ്റ്റർ, അവരുടെ പേര് അന്ന എന്നാട്ടോ. അവളിങ്ങനെ നീ ആരെയാ വന്നപ്പോൾ മുതൽ തിരക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഫ്ലോറ, എന്റെ ചേച്ചി ക്ലാരയും ഇവിടുത്തെ സിസ്റ്ററാ, വന്നപ്പോൾ മുതൽ ഞാൻ ചേച്ചിയെ നോക്കുക, കാണുന്നില്ലെന്ന് പറയും. ഫ്ലോറയുടെ ചേച്ചി സിസ്റ്റർ ക്ലാര ആരാ നിങ്ങൾക്ക് മനസ്സിലായോ? അവരെയാണ് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. പക്ഷെ ഫ്ലോറയ്ക്ക് അതറിയത്തില്ല കേട്ടോ. ഈ കോൺവെന്റ് ഭയങ്കര സേക്രഡ് ആയതുകൊണ്ട് പ്രസിദ്ധരായ ഒരുപാട് സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഫോട്ടോയൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് അന്ന ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച ബ്രെഡ് എടുത്ത് കഴിക്കുന്നത്. അന്നയ്ക്ക് ഇങ്ങനെ എപ്പോഴും എന്തേലും ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കണം. ഇത് കണ്ട് കൂട്ടത്തിലൊരു നല്ല പിള്ളിയുണ്ട്, റീത്ത. അപ്പൊ റീത്തയാണെങ്കിൽ അന്നെ വഴക്ക് പറയും, നമ്മള് ദൈവത്തിന്റെ മണവാട്ടിമാരാകാൻ പോകുന്നവരാ, അപ്പൊ നമ്മൾ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയും. ഇതും കേട്ടുകൊണ്ടാണ് മദർ ജുവാന അവിടേക്ക് വരുന്നത്. ഇങ്ങനെ കൂട്ടം കൂടിയെന്ന് രസിക്കാനാണോ നിങ്ങൾ ഇവിടേക്ക് വന്നതെന്നും ചോദിച്ചിട്ട് മദർ അവരെ വഴക്ക് പറയുമ്പോഴാണ് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന ക്ലാര നിലവിളിക്കുന്നത് ഫ്ലോറ ഉൾപ്പെടെ അവിടെ നിൽക്കുന്നവരെല്ലാവരും കേൾക്കുന്നത്. ആ കരയുന്നത് സ്വന്തം ചേച്ചി ക്ലാരയാണെന്ന് ഫ്ലോറയ്ക്ക് സൗണ്ട് കേൾക്കുമ്പോഴേ മനസ്സിലാവും. സിസ്റ്റർ പെയ്ഡിനാണെങ്കിൽ പെട്ടിയിൽ എന്താണെന്ന് അറിയാഞ്ഞിട്ട് കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അവരുടനെ ആരും കാണാതെ വീണ്ടും പെട്ടി സൂക്ഷിച്ചിരിക്കുന്നിടത്ത് വന്നിട്ട് ആ പെട്ടി തുറന്ന് അതിലെന്താന്ന് നോക്കും. അതിനകത്ത് ഭയങ്കര ഭംഗിയുള്ള ഒരു ഉടുപ്പും പിന്നെ കണ്ണാടിയും ആഭരണങ്ങളും ഒരു ചീപ്പും ഒക്കെയാ. അതെല്ലാം കണ്ട സിസ്റ്റർ പെയ്ഡ് അതൊക്കെ ഇട്ടിട്ട് സൗന്ദര്യമൊക്കെ നോക്കി അവരുടെ തലമുടി ആ പെട്ടിയിലിരുന്ന ചീപ്പുണ്ടല്ലോ അതെടുത്ത് അതുകൊണ്ട് ഇങ്ങനെ കുറേ ഈരിക്കൊണ്ടിരിക്കുമ്പോഴാ അവർക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നുന്നത്. ഉടനെ മുന്നിലെ കണ്ണാടിയിൽ നോക്കുമ്പം അവരുടെ ശരിക്കുള്ള അവസ്ഥ അവർക്ക് മനസ്സിലാവും. കയ്യിലിരിക്കുന്നത് ഒരു കുപ്പിച്ചില്ല, അത് വെച്ച് അവരിങ്ങനെ തല ചെയ്യിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കണ്ണാടിയിൽ ഒരു ചെകുത്താന്റെ കൈ പ്രത്യക്ഷപ്പെട്ടിട്ട്, നേരത്തെ സിസ്റ്റർ ക്ലാര കണ്ട് പേടിച്ചില്ലായിരുന്നു ഒരു മരച്ചില്ല പോലത്തെ കൈ, ആ കൈ പ്രത്യക്ഷപ്പെട്ടിട്ട് സിസ്റ്റർ പൈഡിനെ കൊല്ലും. എന്നാൽ അവര് മരിച്ചതും അവരുടെ ആത്മാവ് ആ പെട്ടിക്കകത്തേക്ക് കയറിയിട്ട് അതിന് ചെറിയൊരു വിള്ളലുണ്ടാക്കുന്നുണ്ട്. നേരത്തെ ക്ലാര കരയുന്ന ശബ്ദം ഫ്ലോറയും ബാക്കിയുള്ള കുട്ടി സിസ്റ്റേഴ്സും കേട്ടില്ലായിരുന്നോ? അപ്പം തൊട്ട് ഫ്ലോറയ്ക്കൊരു സമാധാനമില്ല. ക്ലാര നേരത്തെ ഫ്ലോറയ്ക്ക് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് കത്തയക്കുമായിരുന്നു. എന്നാൽ കുറച്ച് നാളായിട്ട് ക്ലാരയെ കൂടെ ഒരു കത്ത് പോലും ഫ്ലോറയ്ക്ക് കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് സ്വന്തം ചേച്ചിയെക്കുറിച്ച് അറിയാനായിട്ടാണ് ഇവളിവിടെ സിസ്റ്ററായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഫ്ലോറയ്ക്കൊപ്പം ക്ലാര കിടക്കുന്ന മുറിയിലോട്ട് പോകാനായിട്ട് ബാക്കിയുള്ളവർക്ക് അത്ര താല്പര്യമൊന്നുമില്ല. അവർക്കെന്തോ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ പോയി നോക്കാമെന്നും പറഞ്ഞ് ഫ്ലോറ പുറത്തിറങ്ങാൻ പോയതും ഉടനെ ഇവരെ ഭക്ഷണത്തിന് വിളിക്കാനായിട്ട് സിസ്റ്റർ ജോസഫൻ അവിടേക്ക് വരും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സിസ്റ്റർ പൈഡിനെ ഭക്ഷണം കഴിക്കാൻ കാണാത്തോണ്ട് അത് ശ്രദ്ധിച്ചിട്ട് മദർ ജുവാന ജോസഫിനോട് സിസ്റ്റർ പൈഡ് എവിടെയും തിരക്കും. പ്രാർത്ഥനയ്ക്കും പൈഡ് വന്നിട്ടില്ല. ഭക്ഷണത്തിനൊപ്പം വിളമ്പിയ ഒരു കഷ്ണം ബ്രെഡാണിൽ അന്ന ആരും കാണാതെ ഉടുപ്പിന്റെ പോക്കറ്റ് ഇടുന്നുണ്ട്. ഇത് പക്ഷെ ഫ്ലോറ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലോ അന്നയ്ക്ക് ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും കുറിച്ചു കുറിച്ചിരിക്കണം. അപ്പോഴാണ് ഫ്ലോറ അവിടെ ഈ സിസ്റ്റർമാരെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന ഒരു ചെകുത്താന്റെ നിഴൽ രൂപത്തെ കാണുന്നത്. അത് കണ്ടവൾ പേടിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ക്ലാരയെ രണ്ട് സിസ്റ്റർമാരെ താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നത് ഫ്ലോറ കാണുന്നത്. അവൾ ഉടനെ അവരുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിക്കും. ക്ലാരയുടെ അവസ്ഥ കണ്ടിട്ട് ഈ കോൺവെന്റിലുള്ളവര് ഇനി അവളെ കെട്ടിയിട്ട് ഉപദ്രവിക്കുവാൻ തോന്നിയ ഫ്ലോറ അതും പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങും. ഉടനെ ക്ലാര എന്റെ ശരീരം തടവിലാക്കാനേ ആ ചെകുത്താന് പറ്റിയിട്ടുള്ളൂ, പക്ഷെ എന്റെ ആത്മാവിനെ തൊടാൻ അവൻ ഇതുവരെയും പറ്റിയിട്ടില്ലെന്ന് പറയുമ്പം ഫ്ലോറയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോഴേക്കും മദർ വന്നിട്ട് ക്ലാരയോട് മിണ്ടാതിരിക്കാൻ പറയും. എന്നിട്ട് ഫ്ലോറയോട് ചേച്ചി അനിയത്തിയൊക്കെ അങ്ങ് വീട്ടിൽ മതി, ഇവിടെ അത്തരം ബന്ധം അടുപ്പമൊന്നും വേണ്ട, അതുകൊണ്ട് മര്യാദയ്ക്ക് പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയും. എന്നാൽ ഫ്ലോറ അത് കേൾക്കാതെ വീണ്ടും ക്ലാരയുടെ അടുത്ത് ചെന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കും. ഉടനെ ജോസഫൈൻ വന്നിട്ട് ഫ്ലോറയെ പിടിച്ചു മാറ്റും. എല്ലാവരും ഉറങ്ങിയതും ഫ്ലോറ ആരും അറിയാതെ പുറത്തിറങ്ങിയിട്ട് ക്ലാര കിടക്കുന്നിടത്തേക്ക് പോവാൻ ഇറങ്ങുമ്പം മദർ കൃത്യമായിട്ട് അവളെ കണ്ടുപിടിച്ചിട്ട് ഒരു മുറിയിൽ പൂട്ടിയിടും. അവിടെ കിടന്ന് ഫ്ലോറ ക്ലാരയെക്കുറിച്ച് ഓർക്കും. ക്ലാര ശരിക്കും ദൈവവിളി കിട്ടി സ്വയം തീരുമാനിച്ച് സിസ്റ്റർ ആയതാട്ടോ. ഫ്ലോറയ്ക്ക് അതിനോട് തീരെ താല്പര്യമില്ലായിരുന്നെങ്കിലും ക്ലാരയ്ക്ക് അതാണ് ഇഷ്ടം. അവളുടെ തീരുമാനം അതായോണ്ട് പിന്നെ ഫ്ലോറ മാറ്റാനൊന്നും നിന്നില്ല. സിസ്റ്റർ പൈഡിനെ തപ്പി നടന്ന മദറും ജോസഫൈനും ഒടുവിൽ സ്റ്റോർ റൂമിൽ പ്രേത രൂപത്തിൽ മരിച്ചു കിടക്കുന്ന പൈഡിനെ കാണും. തൽക്കാലം ഇത് മറ്റുള്ള സിസ്റ്റേഴ്സിനെ കൂടെ അറിയിച്ചിട്ട് അവരെയും കൂടെ പേടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ഇവര് രണ്ടൂടെ സിസ്റ്റർ പൈഡിനെ കുഴിച്ചിടാനായിട്ട് തീരുമാനിക്കും. അപ്പം ജോസഫൈൻ അകത്തേക്ക് പോകുമ്പോഴാണ് ഇത് തന്നെയല്ലയോ സിസ്റ്റർ ക്ലാരയും പറഞ്ഞത്, ഒരു ചെകുത്താൻ വരും എന്നിട്ട് നമ്മളെ എല്ലാവരെയും കൊന്ന് ഈ ലോകം നശിപ്പിക്കുമെന്ന്. അതിന്റെ തുടക്കമാണോ ഇതെന്ന് ചോദിച്ച് ജോസഫൈൻ തിരിഞ്ഞിരിക്കുമ്പം പ്രേതം കയറിയിരിക്കുന്നത് ക്ലാരയുടെ ദേഹത്താ. അവള് നമ്മളെ പേടിപ്പിച്ച് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനാ ശ്രമിക്കുന്നത്. നമുക്കൊപ്പം ദൈവം ഉണ്ടെന്നും മദർ പ്രാർത്ഥനയോടെ പറയും. പേടിക്കാനൊന്നുമില്ല, പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവും. ആ പെട്ടി മദറും കാണുന്നുണ്ട്. പെട്ടെന്ന് ആരോ മദറിന്റെ പേര് വിളിച്ചിട്ട് പെട്ടി തുറക്കാൻ പറയും. ജോസഫൈൻ ആണേലും അവിടെ ഇല്ല, അവർ കോടാലി എടുക്കാൻ പോയേക്കുവാ. മദർ നോക്കുമ്പം വലിയൊരു ചെകുത്താന്റെ നിഴലിങ്ങനെ ഭിത്തിയിലൂടെ പൊങ്ങി വരുന്നത് കാണും. മദർ നിന്ന മുറിയുടെ വാതിലും തനിയടയും. ഉടനെ മദർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതും വാതിലെല്ലാം തുറന്ന് പഴയ പോലായിട്ട് ആ പ്രേതം അങ്ങ് മാഞ്ഞു പോവും. സിസ്റ്റർ ക്ലാര ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയൊരു സിസ്റ്റർ ആട്ടോ. അവർക്ക് ഭാവി കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. അതുമല്ല അവർക്ക് ഈ അസുഖം വന്നവരെയൊക്കെ സുഖപ്പെടുത്താനും കഴിവുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ക്ലാരയ്ക്ക് ഈ നാട്ടിലേക്ക് വലിയൊരു അപകടം വരാൻ പോവാന്നുള്ള തോന്നലുണ്ടാവും. അവളത് മദറിനോട് പറയുമ്പം ആരും അവളെ വിശ്വസിക്കത്തില്ല. അതുമല്ല പ്രേതം കൂടിയ പോലെ ഒരു രൂപത്തിലാവുകയും കൂടെ ചെയ്യുമ്പം മദർ അവൾ അതിന് പ്രേതമെന്ന് പറഞ്ഞിട്ട് അവളെ പൂട്ടിയിട്ടേക്കുക. ചേച്ചിയെ തപ്പി നടക്കുന്ന ഫ്ലോറ ബാക്കി കുട്ടി സിസ്റ്റർമാരുമായിട്ട് നിന്നിട്ട് പുറത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർക്കെല്ലാം അവരെ ആരോ പേര് വിളിക്കുന്ന പോലെ തോന്നും. പക്ഷെ ചുറ്റും നോക്കുമ്പം ആരെയും കാണത്തില്ല. ഒരു കാര്യമുണ്ട് കേട്ടോ, ഫ്ലോറ ശരിക്കും പ്രഗ്നന്റ് ആണേ. അവളത് മറച്ചു വെച്ചിട്ട് ക്ലാരയെ തിരക്കിയിട്ട് ഇവിടെ സിസ്റ്ററായി വന്നേക്കുക. ആൾക്ക് പുറത്തൊരു ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്. നല്ല പിള്ള റീത്തയാണേൽ പ്രാർത്ഥിക്കാൻ പോയതും കുട്ടി സിസ്റ്റർ സാൽവ ആരും കാണാതെ സ്റ്റോർ റൂമിൽ നിന്ന് അടിച്ചു മാറ്റിയ വൈന് ഫ്ലോറയ്ക്കും അന്നയ്ക്കും കൊടുക്കും. വൈൻ മാത്രമല്ല നല്ല ആപ്പിളും സാൽവ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഫ്ലോറ ഗർഭിണിയാണെന്നുള്ള കാര്യം അന്നയ്ക്കും അറിയാം, സാൽവയ്ക്കും അറിയാം. ഇവർ മൂന്നും കൂടെ നല്ല കൂട്ടാട്ടോ. പക്ഷേ ഈ ഗർഭത്തെക്കുറിച്ച് എന്റെ ചേച്ചി ക്ലാര അറിഞ്ഞാൽ അവൾ ഒരിക്കലും എന്നോട് ക്ഷമിക്കത്തില്ലെന്ന് ഫ്ലോറ അവരോട് പറയും. ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന് ഫ്ലോറെ അവരെ ആശ്വസിപ്പിക്കുമ്പോഴാണ് അന്ന അവിടെ കുറേ പേരുടെ കുഴിമാടങ്ങൾ കാണുന്നത്. നോക്കുമ്പം എല്ലാം വളരെ അടുത്തടുത്ത തീയതികളിൽ മരിച്ച സിസ്റ്റർമാരുടെ കുഴിമാടങ്ങളാ. പേരെഴുതാത്ത പുതിയൊരെണ്ണം അവിടെ ഉണ്ട്. അത് ആരുടേതാന്ന് മനസ്സിലായോ? നേരത്തെ ചെകുത്താൻ കൊന്ന സിസ്റ്റർ പൈഡില്ലേ, അത് അവരുടെ കുഴിമാടമാ. ഇവരിത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നല്ലവിള്ള റീത്ത പോയിട്ട് മദറിനെ വിളിച്ചിട്ട് ഇവരെ കാണിച്ചിട്ട് ഇവര് വൈൻ മോഷ്ടിച്ചെന്ന് പറയുന്നത്. മദർ വന്ന് നോക്കുമ്പം ഒന്നാമത് അവർ രഹസ്യമായിട്ട് കുഴിച്ചിട്ട ആ സിസ്റ്റർ പൈഡിന്റെ കുഴിമാടത്തിനടുത്താ 3 പേരും നിൽക്കുന്നത്. ഇതോടെ മദർ 3 പേർക്കും ഓരോ ചാട്ടവാറ് കൊടുത്തിട്ട് സ്വന്തമായിട്ട് തന്നെ 100 തവണ അടിക്കാൻ പറയും. പിന്നെ കൂട്ടത്തിലുള്ള നല്ലവിള്ള റീത്തയെ നീ കള്ളത്തരമൊന്നും കാണിക്കാതെ അത് വന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടത്തിലെ മാലാഖിയാ നീ എന്ന് പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ താൻ കാരണം മറ്റുള്ളവർക്ക് ഇത്രയും വലിയ ശിക്ഷയൊന്നും കിട്ടുമെന്ന് റീത്ത കരുതിയില്ല കേട്ടോ. അതിലവക്ക് നല്ല സങ്കടമുണ്ട്. അതുകൊണ്ട് അവൾ അത് പറഞ്ഞ് കുരിശിന് മുന്നിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പം പെട്ടെന്ന് കുരിശിൽ നിന്നൊരു വെളിച്ചം പുറത്തോട്ട് വരും. അതുകണ്ട് റീത്ത ആ വെളിച്ചത്തിനടുത്തേക്ക് നടക്കും. നോക്കുമ്പം അതൊരു മാലാഖയാ. ആ മാലാഖ അവളുടെ നേരെ കൈ നീട്ടിയതും
റീത്ത അതിന്റെ കൈ പിടിക്കാൻ ഇങ്ങനെ പോയതും പെട്ടെന്ന് മാലാക ചെകുത്താനായിട്ട് അവളെ വലിച്ചു ആ വലിയ കെട്ടിടത്തിന്റെ മണ്ടയ്ക്കുന്ന് താഴോട്ടിടും. താഴെ വീണ ഉടനെ തന്നെ റീത്ത മരിക്കും. അതോടെ റീത്തയുടെ ആത്മാവും ആ പെട്ടിയിലേക്ക് കയറിയിട്ട് വീണ്ടും ആ പെട്ടിക്ക് ചെറിയൊരു വിള്ളലുണ്ടാവും. മരിച്ച റീത്തയുടെ ശരീരവും പ്രേതത്തെ പോലെ ആയിട്ടുണ്ട്. ഇത് കണ്ട് എല്ലാരും പേടിക്കുന്നുണ്ട് കേട്ടോ. ഉടനെ മദർ വന്നിട്ട് എല്ലാരോടും അവിടുന്ന് പോവാൻ പറയും. പക്ഷേ അന്ന് രാത്രി വലിയൊരു ദുരന്തം വരാൻ പോവുകയെന്ന് ക്ലാരയ്ക്ക് മനസ്സിലാവും. റീത്ത മരിച്ച സങ്കടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഫ്ലോറയോടും സാൽവിയോടും ഇനി നമുക്കിട്ട് പണി തന്ന സങ്കടത്തിലാണോ റീത്ത കെട്ടിടത്തിൽ നിന്ന് ചാടി സ്വയം ഇല്ലാതായെന്ന് അന്ന ചോദിക്കുമ്പം ഇതല്ല, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, റീത്തയുടെ ശരീരം കണ്ടില്ലയോ, പ്രേതത്തെ പോലല്ലായിരുന്നോ കാണുന്നതെന്ന് സാൽവ പറഞ്ഞതും പെട്ടെന്ന് ഒരു വലിയ കാറ്റ് വീശി ഈ കത്തിച്ചു വെച്ച മെഴുകുതിരികളും പിന്നെ അവിടെ കിടക്കുന്ന കുറെ ഫർണിച്ചറുകളുണ്ടല്ലോ അതെല്ലാം തെറിച്ചു വീഴുകയോ അണയുകയൊക്കെ ചെയ്യും. ഉടനെ പേടിച്ച് ഈ 3 കുട്ടി സിസ്റ്റർമാരും 3 പേടിച്ചോടും. മദറും ഈ ബഹളം എല്ലാം കണ്ടിട്ട് എല്ലാ സിസ്റ്റർമാരോടും മുറിയിൽ പോയിട്ട് ദൈവത്തിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ഫ്ലോറ ഈ ഗ്യാപ്പിലും ക്ലാര കിടക്കുന്നിടത്തോട്ട് അവളെ കാണാനായിട്ട് പോവും. അന്നേരമാണ് നേരത്തെ ഭിത്തിയിൽ വെച്ചിരുന്ന മരിച്ച സിസ്റ്റർമാരുടെ ഫോട്ടോകളില്ലേ, അതെല്ലാം പ്രേതത്തെ പോലെ ആയിരിക്കുന്നത്. ഇതിനിടെ റീത്തയുടെ പ്രേതം വന്നിട്ട് എന്റെ ഗതി തന്നെ ആയിരിക്കും നീമാർക്കും എന്ന് ഫ്ലോറയോട് പറഞ്ഞിട്ട് അത് പെട്ടെന്നങ്ങ് മാഞ്ഞു പോവും. അന്നയാണേല് ആ ചെകുത്താൻ ഹിപ്നട്ടൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത് വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ടേബിളിലേക്കാണ്. അന്നയാണെങ്കിൽ അതൊക്കെ കഴിക്കുമ്പോഴാണ് ശരിക്കും അവള് കഴിക്കുന്നത് കുഴിച്ചിട്ടേതോ മൃതദേഹം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അതൊരു വല്ലാത്ത ക്രീപ്പി സീനായിരുന്നു കേട്ടോ. അന്നയും ആ ചെകുത്താൻ കൊല്ലും. അങ്ങനെ അന്നയുടെ ആത്മാവും ആ പെട്ടിയിൽ കയറി വിള്ളലുണ്ടാക്കും. ഇതെല്ലാം പക്ഷെ ക്ലാരയ്ക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവൾ ഉടനെ കഴുത്തിൽ കിടന്ന് ഒരു പ്രത്യേക കുരിശുമാല പൊട്ടിച്ചതും ചെകുത്ത അവളുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്കും ഫ്ലോറ ക്ലാരയുടെ മുറിയിലെത്തും. എന്നാൽ ഫ്ലോറയെ കണ്ട ക്ലാരയ്ക്ക് അവളെ ഒരു പ്രേതമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ശരിക്കും പ്രേതം കൂടിയിരിക്കുന്നത് ക്ലാരയുടെ ദേഹത്താ. ഫ്ലോറയെ ക്ലാര കൊല്ലാൻ നോക്കിയതും പെട്ടെന്ന് ഫ്ലോറ ചേച്ചിന്ന് വിളിച്ചതും ക്ലാരയ്ക്ക് അത് സ്വന്തം അനിയത്തിയാന്ന് മനസ്സിലാവും. ക്ലാരയുടെ മുറിയിൽ ഫ്ലോറയുടെയും ക്ലാരയുടെയും വലിയൊരു ഫോട്ടോ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോഴും ക്ലാരയുടെ ആത്മാവിനെ പൊസസ് ചെയ്യാനായിട്ട് ആ ചെകുത്താനായിട്ടില്ല. അതുകൊണ്ട് ക്ലാര ആ ചെകുത്താനെ കുറിച്ച് ഫ്ലോറയോട് പറയും. ഈ ചെകുത്താന്റെ പേര് മാലും എന്നാ. ഇത് പുരാതന കാലത്തുണ്ടായിരുന്ന ഒരു ചെകുത്താനാ. ഈ ചെകുത്താനെ പണ്ട് ഈ പെട്ടിയിൽ തളച്ചിട്ടത് ക്ലാരയുടെയും ഫ്ലോറയുടെയും പണ്ടത്തെ തലമുറയിൽപ്പെട്ടവരാ, എന്ന് വെച്ചാൽ ഈ പണ്ടത്തെ കാരണവന്മാര്. ആ അനുഗ്രഹമാണ് ക്ലാരയ്ക്കും കിട്ടിയിരിക്കുന്നത്. ക്ലാരയ്ക്ക് മാത്രമേ ഇതിനെ ഇല്ലാതാക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ക്ലാര ഉള്ളിടത്തേക്ക് തന്നെ ഈ ചെകുത്താൻ വന്നത്. എന്ന് വെച്ചാൽ ക്ലാരയെ ഇല്ലാതാക്കിയിട്ട് ഈ ലോകത്തിലെ ജനങ്ങളെ നശിപ്പിച്ചിട്ട് അതിനിവിടെ സ്വന്തമായിട്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കണം. ആ ചെകുത്താന്റെ ശരീരത്തെ പെട്ടിയിലടയ്ക്കാനേ ഇവിടെ മുൻഗാമികൾക്ക് കഴിഞ്ഞുള്ളൂ. അതാണ് അതിന്റെ ആത്മാവ് ഇപ്പോഴും ആളുകളെ സ്വാധീനിച്ച് കൊല്ലാൻ പറ്റുന്നത്. ജനിക്കാനിരിക്കുന്ന ഈ തലമുറയിൽ ഒരു കുഞ്ഞൂടുണ്ടേലേ ഈ മാലുവിന്റെ ആത്മാവും ശരീരവും ഒരുമിച്ച് പെട്ടിയിലാക്കാൻ പറ്റൂ. ഇത് കേട്ട് ഫ്ലോറ ഞെട്ടിപ്പോവും. ഫ്ലോറ ഗർഭിണിയാണെന്നുള്ള കാര്യം ക്ലാരയ്ക്ക് അറിയാട്ടോ. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നാണ് ക്ലാര അവളെ ആശ്വസിപ്പിക്കുന്നത്. ഈ കാര്യം ഈ ചെകുത്താന് മനസ്സിലാവും. അതോടനെ മദർ ജുവാനെ സ്വാധീനിച്ച് ക്ലാരയെ ആക്രമിക്കും. അത് കണ്ട് സാൽവ പേടിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ബാക്കി സിസ്റ്റർമാരെല്ലാവരും മരിച്ചു കിടക്കുന്ന കാണുന്നത്. ഉടനെ സാൽവ തിരിച്ചു വന്നിട്ട് എല്ലാരും മരിച്ച് നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാമെന്ന് ക്ലാരയോടും ഫ്ലോറയോടും പറയുമ്പം ഈ പ്രേതം കയറിയ മദർ ഉണ്ടല്ലോ സാൽവി അങ്ങ് കൊന്നുകളയും. ഇതെല്ലാം കണ്ട് തടയാൻ ശ്രമിച്ച സിസ്റ്റർ ജോസഫൈനെ അവർ കൊല്ലും. പക്ഷെ അപ്പോഴേക്കും മദർ ജുവാനയുടെ ആത്മാവ് ആ ചെകുത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ ബോധം വന്ന മദറിന് അവര് സാൽവയും ജോസഫൈനെയും ഒക്കെ കൊന്ന സങ്കടം താകാനാവാതെ അവര് സ്വയം ചാട്ടവാറ് വെച്ചടിച്ചിട്ട് അവരും അങ്ങ് മരിക്കും. ആ ആത്മാവിനെ മാലുമിന്റെ ആത്മാവ് വലിച്ചെടുക്കും കേട്ടോ. അതോടെ പെട്ടി തുറന്ന് മാലുമിന്റെ ശരീരം പുറത്തിറങ്ങിയിട്ട് അതിന്റെ ആത്മാവുമായിട്ട് ചേരും. ഇനി അവിടെ ആകെയുള്ളത് ക്ലാരയും ഫ്ലോറയുവാ. ക്ലാര അവളുടെ കയ്യിലെ പ്രത്യേക ശക്തിയുള്ള ഒരു കുരിശുമാല എടുത്ത് ഫ്ലോറയ്ക്ക് കൊടുക്കും. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അവൾ ഉണ്ടാക്കിയ ഒരു മരക്കമ്പുമായിട്ട് ആ ചെകുത്താനെ തപ്പിയിറങ്ങും. ഉടനെ മാലും വന്നിട്ട് അവളുടെ കണ്ണ് തപ്പുന്നുണ്ട്. പക്ഷേ ക്ലാരയെ നിയന്ത്രിക്കാതിനാകത്തില്ല. ഉടനെ അത് മറഞ്ഞിരുന്നിട്ട് ഇവരെ ആക്രമിക്കും. മാലുവിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണമെങ്കിൽ ഫ്ലോറയുടെ വയറ്റിൽ ആ കുഞ്ഞും വേണമല്ലോ. അതുകൊണ്ട് ഈ മാലു എന്തോന്ന് ചെയ്യുക, അവിടെ ഉണ്ടായിരുന്ന ആ കണ്ണാടി പൊട്ടിച്ച് ഫ്ലോറയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കും. ഞാൻ മാലു എന്നാ പറയുന്നതെന്ന് തോന്നുട്ടോ. മാലു അല്ല, മാലുമാണ് കേട്ടോ. പക്ഷേ അത് മനസ്സിലാക്കിയ ക്ലാര ആ കുഞ്ഞിനൊന്നും പറ്റാതെ അവളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും. എന്നിട്ട് ഈ 2 പേരും കൂടെ ചേർന്നിട്ട് ആ മരക്കമ്പ് അതിന്റെ നെഞ്ചിലോട്ട് കുത്തിയിറക്കും. ഒപ്പം ക്ലാര ഫ്ലോറയെ തള്ളി മാറ്റിയിട്ട് പ്രാർത്ഥനയോടെ ആ മരക്കൊമ്പിന്റെ മറ്റേ ഭാഗം ക്ലാരയുടെ ദേഹത്തും കുത്തിക്കയറ്റും. എന്നിട്ട് മാലുമിന്റെ ആത്മാവും ശരീരവും ആ പെട്ടിയിലാക്കിയിട്ട് അടയ്ക്കും. ക്ലാര എന്തിനാ കമ്പിന്റെ അറ്റം അവളുടെ ദേഹത്ത് കുത്തിക്കയറ്റിയെന്ന് വെച്ചാല് ക്ലാരയുടെ ആത്മാവ് ദൈവാംശമുള്ള ആത്മാവായോണ്ട് അതിന് എന്നേക്കുമായിട്ട് മാലുവിന്റെ ആത്മാവിനെ തടയാം. അതുമല്ല, ഇവരുടെ രക്തം പുരണ്ടാലേ ആ ഒരു ആയുധത്തിന് ശക്തി കിട്ടത്തുള്ളൂ. നമ്മുടെ അരുന്ധതി സിനിമയില്ലേ, അതിനകത്ത് ഇതുപോലൊരു രംഗമില്ലയോ? മരിക്കുന്നതിന് മുമ്പ് നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ക്ലാര ഫ്ലോറയെ നിർബന്ധിക്കും.
അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്ലോറ പുറത്തിറങ്ങിയതും ആ പള്ളി മൊത്തത്തിൽ തകർന്നങ്ങ് തരിപ്പണമായിട്ട് താഴെ വീഴും. ഫ്ലോറ മാത്രം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമായിട്ട് രക്ഷപ്പെടും. അങ്ങനെ ആ 1775 കഥ കഴിഞ്ഞ്. ഇനി നമ്മളെ കാണിക്കുന്നത് 2025 ഒരു ഹാലോവൻ രാത്രിയാ. അതായത് ആദ്യത്തെ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു 10-250 കൊല്ലമായിട്ടുണ്ട്. നഗരത്തിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് വളരെ റിച്ചായ വീട്ടിലെ പിള്ളേരെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് ഒരു വലിയ ഹാലോവൻ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുക. അവിടേക്ക് നമ്മുടെ ഇപ്പോഴത്തെ നായിക ഫായിയും അവളുടെ അഡോപ്റ്റഡ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ ആയിട്ടുള്ള സ്കൈയും വരും. സത്യത്തിൽ ഇവർ വന്നിരിക്കുന്നത് പാർട്ടിയിൽ പങ്കെടുക്കാനൊന്നുമല്ല, ബോധമില്ലാത്ത പിള്ളേരുടെ കയ്യിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മോഷ്ടിക്കാനാട്ടോ. ഒരു പരിചയമില്ലാത്ത പിള്ളേരെ പരിചയപ്പെട്ടിട്ട് അവർ പോലും അറിയാത്ത സാധനങ്ങൾ ഇവർ അടിച്ചു മാറ്റും. അവിടേക്ക് വെയിറ്റർ ആയിട്ടുള്ള ബാനോയും വരും. ബാനോ ജോലി ചെയ്യുന്ന ഹോട്ടലാണ് ഈ പരിപാടിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. സത്യത്തില് ബാനോ ഭായിയുടെ അച്ഛനാട്ടോ. ബായി അല്ല, ഭായിയുടെ അച്ഛനാട്ടോ. മക്കളുടെ പണി മോഷണമെന്നുള്ള കാര്യം ഇയാൾക്കറിയാം. അതുകൊണ്ട് അടിച്ചു മാറ്റിയ സാധനങ്ങളെല്ലാം അവര് ബാനോയുടെ കയ്യിൽ രഹസ്യമായിട്ട് കൊടുക്കും. ഇവിടെ തന്നെയാണ് ഇവരുടെ അമ്മ മെലീനയും ജോലി ചെയ്യുന്നത്. ഭായി ഇവരുടെ സ്വന്തം മോളും സ്കൈയെ ആരും നോക്കാനില്ലാതെ അലഞ്ഞു നടക്കുന്ന കണ്ടിട്ട് ഇവര് സ്വന്തം മോളായിട്ട് ഏറ്റെടുത്താട്ടോ. സ്കൈയും ഫായിയും കൂടാതെ ഇവരുടെ വീട്ടിൽ 2ഉം 10ഉം വയസ്സായിട്ടുള്ള അച്ഛനും അമ്മയും മരിച്ചുപോയ മെലീനയുടെ സഹോദരന്റെ മക്കളും ഉണ്ട്. അതിൽ 10 വയസ്സുകാരന്റെ പേര് റോസ്ദാൻ എന്നാട്ടോ. മറ്റേ 2 വയസ്സുള്ള കുഞ്ഞിന്റെ പേര് റിയൽ എന്നുവാ. മെലീന അവരെ വിളിച്ചിട്ട് രണ്ടുപേരും എന്തേലും കഴിച്ചോ, ചേച്ചിമാരുമായിട്ട് ആന്റി അങ്കിളും പാർട്ടി കഴിഞ്ഞാലോടം വരുമെന്ന് പറയുമ്പോഴാണ് ബാനോ അവിടേക്ക് വന്നിട്ട് പിള്ളേര് മോഷ്ടിച്ച സാധനങ്ങൾ കാണിക്കുന്നത്. പിള്ളേരിങ്ങനെ മോഷ്ടിക്കുന്നതിനോട് മെലീനയ്ക്കൊട്ടും താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ ബാനോ നല്ല പ്രോത്സാഹനമോ. മിക്കവാറും ഈ പരിപാടി കഴിയുന്നതോടെ പിള്ളേർക്ക് മോഷണം നിർത്താം. കാരണം വന്നിരിക്കുന്നതെല്ലാം നല്ല കാശുള്ള വീട്ടിലെ പിള്ളേരാ. മിക്കവാറും ലക്ഷണം കണ്ടിട്ട് നാളെ മുതൽ നമ്മളും കോടീശ്വരരാവുന്ന അവസ്ഥയാ. ഈ കൂട്ടത്തില് എന്ന് വെച്ചാൽ സ്കൈയുടെ ഫൈയുടെ മോഷണ സംഘത്തിലല്ല, അല്ലാതെ പാർട്ടിയിൽ വന്നിരിക്കുന്ന കുറച്ചു പേരെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിലൊരാളാ സിയാൻ. ആള് വലിയൊരു കാശുകാരന്റെ മോനാ. പായിക്ക് ആളോട് ചെറിയൊരു ക്രഷൊക്കെ ഉണ്ട്. പക്ഷെ അവളത് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും സിയാനും അവളെ കാണുന്നുണ്ട്. അവനും ഒരു ചെറിയ ആകർഷണമൊക്കെ തോന്നുന്നുണ്ട്. പിന്നുള്ളത് DJ എല്ലിയ. എല്ലി ആള് ആ നാട്ടിലെ ഫേമസ് DJ ആട്ടോ. ഇനി ഇതാണ് മാർക്കോ. ഇവന്റെ ഒപ്പം നിൽക്കുന്നത് സ്വന്തം പെങ്ങള, പേര് പിയ. ഈ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് ഈ ജെയിംസും. ജെയിംസിന് എല്ലി ഒരുപാട് ഇഷ്ടമാണ്. ഇവരൊക്കെ ഭയങ്കര വെൽത്തി ഫാമിലി എന്നുള്ളവരാട്ടോ. ജെയിംസ് എല്ലിയെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് മാർക്കോ വായിന്ന് വരുന്ന ആ തേൻ അങ്ങ് തുടച്ചു കളഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നുണ്ട്. ഇതിനിടെ DJ എല്ലിയെ പാർട്ടി ഏൽപ്പിച്ചിട്ട് സ്വന്തം ഷിഫ്റ്റ് കഴിഞ്ഞ DJ നൈക്സ് ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോഴാണ് മുഖംമൂടി ധരിച്ച ഒരു സൈക്കോ കയ്യിലിരിക്കുന്ന കത്രിക കൊണ്ട് അവളെ ആക്രമിക്കുന്നത്. വേറൊരു മുഖംമൂടി സൈക്കോ ഇത് നോക്കി നിൽക്കുന്നുണ്ട്. ഈ മാർക്കോയും സിയാനും രണ്ടും ജന്മശത്രുക്കളാട്ടോ. ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അടിയാകുമ്പം ബോഡി ഗാർഡുകൾ വന്നിട്ട് അവിടെ നിന്ന് ഫായയും സ്കൈയും ഉൾപ്പെടെ എല്ലാത്തിനെയും പുറത്തിറക്കിയിട്ട് ഒരു ലോക്കർ റൂമിലിട്ട് അങ്ങ് പൂട്ടും. ലോക്കർ റൂമിൽ ഇപ്പം ഫായുണ്ട്, സ്കൈ ഉണ്ട്, മാർക്കോ ഉണ്ട്, ജെയിംസ് ഉണ്ട്, പിയയുണ്ട്, പിന്നെ സിയാന്റെ ഫ്രണ്ടായിട്ടുള്ള ഐസും ഉണ്ട്, സിയാനും ഉണ്ട്. പിന്നെ ഇവർ ആദ്യം ആഭരണം മോഷ്ടിച്ച ഒരു ഗേൾ ഇല്ലയോ, കെല്ലി, അവളും ഉണ്ട് കേട്ടോ. ഈ സമയം മറ്റൊരിടത്ത് കറുത്ത വസ്ത്രം ധരിച്ച് ചെകുത്താനെ ആരാധിക്കുന്നവര് എന്തൊക്കെയോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ നമ്മൾ കണ്ട മുഖംമൂടി സൈക്കോകളില്ലേ, അവര് പാർട്ടി നടക്കുന്നിടത്തേക്ക് ഓരോ ആയുധങ്ങളുമായിട്ട് വന്നിട്ട് അവിടെയുള്ള പിള്ളേരെ എല്ലാരെയും കൊല്ലും. എന്നിട്ട് എല്ലി മാത്രം അവരുടെ കയ്യിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നുണ്ട്. ഈ മുഖംമൂടിക്കാര് ആ പിള്ളേരെ മാത്രമല്ല, ഈ ഹോട്ടലിലുണ്ടായിരുന്ന സ്റ്റാഫുകളെയും കൊല്ലുന്നുണ്ട്. മെലീനയെ പിള്ളേരെ നോക്കാൻ പറഞ്ഞു വിട്ടിട്ട് ബാനോ അവളെ രക്ഷിക്കാനായിട്ട് അവരെ ആക്രമിക്കാൻ വന്ന ഒരു മുഖംമൂടിക്കാരനെ തിരിച്ചാക്രമിക്കുമ്പം ആ സൈക്കോയുടെ മുഖംമൂടി തെറിച്ചു പോവും. ബാനോ നോക്കുമ്പം മുഖംമൂടിയെക്കാട്ടി വികൃതമാ ആ സൈക്കോയുടെ ശരിക്കുമുള്ള മുഖം. ബാനോയെ സൈക്കോ കൊന്നെന്ന് അവിടുത്തെ ബഹളത്തിൽ നിന്ന് മെലീനയ്ക്ക് മനസ്സിലാവും. അപ്പോഴേക്കും പവർ മൊത്തത്തിൽ ഓഫാവും. ഇവിടെ ലോക്കർ റൂമിലിരിക്കുന്ന സ്കൈ കരണ്ട് പോയതും ഏത് പൂട്ടും തുറക്കാൻ പറ്റുന്ന താക്കോല് അവിടെ കയ്യിലുണ്ട്. അത് വെച്ച് സ്കൈ ലോക്കറിന്റെ വാതിൽ തുറക്കുമ്പം കെല്ലി, ഇപ്പോഴാ എന്റെ ആഭരണം അടിച്ചുകൊണ്ട് പോയത് ആരാന്ന് എനിക്ക് ഓർമ്മ വന്നത്, അത് നിങ്ങളായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നത്. ഇത് കേട്ടിട്ട് ഫായി, നിനക്ക് ഇതിൽ കിടക്കാനാ താല്പര്യമെങ്കിൽ ഞങ്ങൾ തുറന്ന വാതിലിലൂടെ നീ ഇറങ്ങണ്ടെന്ന് പറയും. എന്നാൽ വാതിൽ തുറന്നിവർ പുറത്തിറങ്ങുമ്പോഴാണ് എല്ലി കരഞ്ഞുകൊണ്ട് അവിടേക്ക് ഓടി വരുന്നത്. എന്നിട്ട് അവരെല്ലാരും മരിച്ചു, കുറെ മുഖംമൂടികൾ വന്ന് എല്ലാരെയും കൊന്നെന്ന് പറയും. ഇത് കേട്ട് കെല്ലി, ഇത് പ്രാങ്ക് ആണോ, നീ ഏത് ചാനലിൽ നിന്നാ വന്നേന്ന് ചോദിക്കും. അന്നേരമാണ് ഐസ് ഒരു നിഴല് കണ്ടിട്ട് അതെന്താന്ന് പോയി നോക്കുന്നത്. അവിടെ ഒരു സൈക്കോ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ആ സൈക്കോ ഉണ്ടല്ലോ അവന്റെ തലയിലിട്ടൊരു വെട്ടുവെട്ടും. അപ്പോഴാണ് ഇവർ അവിടെ നിൽക്കുന്ന സൈക്കോകളെ കാണുന്നത്. ഉടനെ എല്ലാണ്ണവും പല വഴിക്ക് ഓടാൻ തുടങ്ങും. ആ കെട്ടിടം മൊത്തം മുഖംമൂടി ധരിച്ച സൈക്കോളാട്ടോ. അവര് ഈ പിള്ളേറെ പിന്നാലെ പോവും. മാർക്കോയും അനിയത്തി പിയയും മുഖംമൂടിക്കാർ കാണാതെ ഒരു മുറിയിൽ കയറും. പിയയാണെങ്കിൽ പേടിച്ചേച്ച് കിടന്ന് ബഹളം വെക്കുമ്പോൾ മാർക്കോ ദേഷ്യപ്പെടും.
മിണ്ടാതിരുന്നില്ലേലും നിന്റെ ബഹളം കേട്ട് അവരിവിടേക്ക് വരുമെന്ന് അവൻ പറഞ്ഞതും ഒരു സൈക്കോ അവിടേക്ക് വരും. പക്ഷെ ഭാഗ്യത്തിന് അയാൾ ഇവരെ കാണത്തില്ല. അന്നേരമാണ് പാറ്റ ദേഹത്ത് കയറിണ്ട് പിയ അറിയാതെ ശബ്ദം ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഒരു സൈക്കോ വന്നിട്ട് മാർക്കോയെയും പിയയെയും കൊല്ലും. മാർക്കോയും പിയയും മരിച്ചതറിയാതെ ജെയിംസ് എല്ലിക്കൊപ്പം ഓടിക്കേറുന്നത് ഒരു ഇലക്ട്രിക്കൽ റൂമിലാ. ഒരു സൈക്കോ ഇവിടെ പിന്നാലെ ഉണ്ടേലും അയാൾ ഇവരെ കാണത്തില്ല. അവിടുന്ന് അവര് ആരും കാണാതെ മെയിൻ ഇലക്ട്രിക് റൂമിലോട്ട് പോയിട്ട് അവിടെ ഒളിച്ചിരിക്കും. ഇനിയുള്ളത് നമ്മുടെ ഫായിയും സെയിനും സ്കൈയും കെല്ലിയുവാ. ഇവര് നാലുപേരും കൂടെ ഒരുവിധം എക്സിറ്റിനടുത്ത് വന്ന് നോക്കുമ്പം അവിടെ മൊത്തം മരിച്ച പിള്ളേരെ കൂട്ടിയിട്ടിരിക്കുക. ഉടനെ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ഇവര് നാലുപേരും കൂടി ആ മരിച്ച പിള്ളേരുടെ കൂടെ കയറി കിടക്കും. ഫായിയും സെയിനും ഒരുമിച്ചാ കിടക്കുന്നത്. സ്കൈ നോക്കുമ്പം അവളുടെ നേരെ മരിച്ചൊരു പയ്യന്റെ മുഖം. ഉടനെ സ്കൈ പേടിച്ചിട്ട് ആ മുഖം പുറത്തോട്ട് തിരിച്ചു വെക്കും. കെല്ലിയും ഈ കൂട്ടത്തിൽ തന്നെ കയറി കണ്ണടച്ച് കിടക്കും. അവിടേക്ക് മരിച്ച മാർക്കോടെയും പിയുടെയും ബോഡി കൊണ്ടുവന്നിട്ട് ഈ സൈക്കോൾ അങ്ങ് പോവും. അവര് പോയതും 4 പേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഓടും. മൊത്തം 5 സൈക്കോളാണ് കൊല്ലാൻ നടക്കുന്നത്. ഇതല്ലാതെ കുറച്ചു പേര് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട മാലും ആ ചെകുത്താന്റെ പെട്ടിയില്ലേ, ആ മാലുമിനെ ക്ലാരയുടെ ആത്മാവ് കൊണ്ട് ബന്ധിച്ചായിരുന്നല്ലോ. ഇപ്പം മരിച്ച 100-ലധികം ആൾക്കാരുടെ ആത്മാവ് ആ പെട്ടിയിലേക്ക് കയറുന്നുണ്ടെങ്കിലും അതിലൊരു അനക്കവും സംഭവിക്കുന്നില്ല. കാരണം ക്ലാരയുടെ ആത്മാവ് അത്ര പവർഫുൾ ആയിരുന്നല്ലോ. മാലും ചെകുത്താന്റെ ഈ സൈക്കോ ആരാധകരെ വിളിക്കുന്ന പേരാണ് അസ്വാങ്. ഇവര് സ്വന്തം മുഖം മാലുമിനെ പോലെ പ്രേത രൂപത്തിലാക്കി വെച്ചേക്കുക. ഭായിയും സംഘവും അണ്ടർഗ്രൗണ്ടിലെ പൈപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് വഴി രക്ഷപ്പെടാൻ നോക്കുമ്പം അവിടെയും കുറെ സൈക്കോകളുണ്ട്. രക്ഷപ്പെടണമെങ്കിൽ അവരുടെ ശ്രദ്ധ തിരിക്കണം. അപ്പോഴാണ് അവിടേക്ക് വരുന്ന മെലീനെ ഇവർ കാണുന്നത്. ബാനോ മരിച്ച കാര്യം കേട്ടിട്ട് സ്കൈയും ഫൈയും ഞെട്ടിപ്പോവും. അവിടേക്ക് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ട് എല്ലിയും ജെയിംസും വരും. ഇപ്പം ഇവര് മൊത്തം 7 പേരുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരുന്നാല് ആ സൈക്കോകള് താമസിയാതെ ഇവിടെത്തി ഇവരെയും കൊല്ലും. അതുകൊണ്ട് ആരേലും പുറത്തിറങ്ങിയിട്ട് സൈക്കോകളുടെ മൊത്തം ശ്രദ്ധ തിരിക്കണം. ആ ഗ്യാപ്പിൽ ബാക്കിയുള്ളവർ പോയിട്ട് പവർ ഓൺ ചെയ്താൽ ലിഫ്റ്റ് വഴി മുകളിലെത്തി എങ്ങനെയും രക്ഷപ്പെടാം. ഉടനെ മെലീന അവർ പുറത്തിറങ്ങാന്ന് പറയും. എന്നിട്ട് സൈക്കോളുടെ ശ്രദ്ധ തിരിക്കാം. അതിന് പക്ഷെ ഫായും സ്കൈയൊന്നും സമ്മതിക്കത്തില്ല. ഉടനെ സിയാൻ ഒരു ഐഡിയ പറയും. സിയാൻ പുറത്തിറങ്ങിയിട്ട് സൈക്കോളുടെ ശ്രദ്ധ തിരിക്കാം. ആ ഗ്യാപ്പിൽ പവർ റൂം അറിയാവുന്ന എല്ലിയും ജെയിംസും പോയിട്ട് പവർ ഓൺ ചെയ്തിട്ട് മുകളിലേക്കുള്ള ലിഫ്റ്റിൽ കയറണം. ഭായിയും ബാക്കി 3 പേരും ലോബിയിൽ വെയിറ്റ് ചെയ്യണം. ആകെ ഒരു ലിഫ്റ്റേ ഉള്ളൂ. അതിൽ എങ്ങനെയും സിയാൻ കയറി പറ്റിക്കോളാം. അവനെ നിങ്ങളാരും നോക്കണ്ട. ലിഫ്റ്റ് ലോബിയിലെത്തുമ്പം ഇവര് 4 പേരും അതിൽ കയറണം. ഇതിനിടെ ഏതേലും സൈക്കോ ലിഫ്റ്റിൽ കയറാൻ വന്ന എന്ത് ചെയ്യും, ആയുധമൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ എന്ന് കെല്ലി ചോദിക്കുമ്പം ജെയിംസ് അവിടെ ഇരിക്കുന്ന കത്തിയെടുത്ത് ഓരോ ടീമിനും കൊടുക്കും. ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ റിസ്ക് എടുക്കാൻ പോകുന്നത് സിയാന. ഫായ്ക്ക് അതിൽ നല്ല വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ വേറെ വഴിയൊന്നുമില്ല. അപ്പോഴാണ് മെലീന അവരുടെ കഴുത്തിൽ കിടന്ന കുടുംബപരമായിട്ട് ജനിക്കുന്ന ആദ്യത്തെ പെൺകുട്ടിക്ക് കൈമാറി വരുന്ന ഒരു കുരിശുമാല ഫായിയുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നത്. ഈ കുരിശുമാല ഓർമ്മയുണ്ടോ? പണ്ട് ഇത് ക്ലാര ഫ്ലോറയ്ക്ക് കൊടുത്തതാ. അതായത് മെലീന ക്ലാരയുടെ പിന്തലമുറപ്പെട്ടതാ. 250 വർഷം ആയതുകൊണ്ട് ഫ്ലോറയൊക്കെ മരിച്ചു കാണും. മെലീനയ്ക്കോ ഫായിക്കോ ഫ്ലോറയും ക്ലാരയും ഒന്നും അറിയത്തുമില്ല. പക്ഷേ ഈ മാല കണ്ട കെല്ലിയുടെ മുഖം മാറും. അപ്പോഴാണ് അതുവഴി ഒരു സൈക്കോ വരുന്നത്. അയാള് കെല്ലിയെ കാണുന്നുണ്ട് കേട്ടോ. ഉടനെ കെല്ലി അയാളെ നോക്കിയതും അയാൾ ഒന്നും മിണ്ടാതെ ഇവരെ കാണാത്ത പോലെ മാറിപ്പോവും. കെല്ലി ഈ സൈക്കോകളുടെ കൂട്ടത്തിൽ പെട്ടാന്ന് തോന്നുന്നു. ഇതറിയാതെ പ്ലാൻ ചെയ്ത പോലെ സിയാൻ ബഹളം വെച്ച് സൈക്കോകളുടെ ശ്രദ്ധ തിരിക്കും. എന്നിട്ട് അവനെ കൊല്ലാൻ വരുന്ന സൈക്കോകളെയൊക്കെ അവനും കൊല്ലും. ആ ഗ്യാപ്പിൽ കയ്യിലൊരു അടപ്പയേട്ടിയായിട്ട് എല്ലിയും ജെയിംസും പവർ റൂമിലോട്ടും പോവും. എന്നാൽ സൈക്കോകള് അവരെ ആക്രമിക്കുമ്പം ഒരുവിധം ജെയിംസ് അവരെ തടയുന്നുണ്ടെങ്കിലും പക്ഷെ അവനെ അവർ കൊല്ലും. എന്നാലും വിഷം ഉള്ളിൽ ഒതുക്കിയിട്ട് എല്ലി പവർ ഓൺ ചെയ്യുന്ന ആ സ്വിച്ച് കണ്ടുപിടിക്കാനായിട്ട് നോക്കും. എന്നാൽ അവളുടെ നേരെ ഒരു സൈക്കോ വരുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് നടക്കാൻ വയ്യാത്തോണ്ട് തൽക്കാലം മെലീനെ ഒളിപ്പിച്ചിരുത്തിയിട്ട് മുന്നിൽ നിൽക്കുന്ന ഭായിയ സംഘത്തിനെയാ. അപ്പോഴാണ് കെല്ലി അടുത്ത് നിൽക്കുന്ന സ്കൈയെ കൊല്ലുന്നത്. ഇത് കണ്ട് ഫായി ഞെട്ടിയിട്ട് എന്തിനാടി ഇങ്ങനൊരു ചതി കാണിച്ചതെന്ന് ചോദിച്ച് കരയുമ്പോഴാണ് കെല്ലി ഭ്രാന്ത് പിടിച്ച പോലെ ഉള്ള സത്യങ്ങൾ പറയുന്നത്. ഇവരാരാധിക്കുന്ന മാലുമിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് അസ്വാങ്ങിന് ക്ലാരയുടെ കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയെ കൂടി ബലി കൊടുക്കണം. എങ്കിലേ ക്ലാരയുടെ ആത്മാവ് ദുർബലമാവത്തുള്ളൂ. പക്ഷേ ക്ലാരയുടെ കുടുംബത്തിലെ പെൺകുട്ടി ആരാന്നറിയാനായിട്ടും മാലുമിന്റെ ആത്മാവിന് പുറത്തു വന്ന് ശക്തി കിട്ടാനും ഒക്കെ കൂടിയിട്ടാണ് പാർട്ടി നടത്തിയതും എല്ലാരെയും കൊന്നതും. അപ്പോഴാണ് മെലീന ക്ലാരയുടെ മാല എടുത്ത് ഫായിക്ക് കൊടുക്കുന്നത് ഈ കെല്ലി കാണുന്നത്. ഇതോടെ ആ കുട്ടി ഫായി ആണെന്നുള്ള കാര്യം കെല്ലിക്ക് മനസ്സിലാവും. ഈ അസ്വാങ്ങിനെ നയിക്കേണ്ടത് ഒരു പെൺകുട്ടിയാ, അതാണ് കെല്ലി. ഫായിയെ കൊല്ലുന്നതോടെ മാലു എന്ന ചെകുത്തനും പുറത്തു വരാമെന്നും പറഞ്ഞിട്ട് കെല്ലി അവളെ കൊല്ലാൻ നോക്കുമ്പം സിയാൻ അവിടേക്ക് വരും. ഫായിയെ കെല്ലി ആക്രമിക്കുന്ന കണ്ടിട്ട് അവളെ രക്ഷിക്കാനായിട്ട് അവൻ കെല്ലിയെ ആക്രമിക്കും. ഉടനെ ഫായിയും അവളെ ആക്രമിക്കുന്നുണ്ട്. എന്നിട്ട് കെല്ലിയെ കുത്തും. പക്ഷെ ഇതിനിടെ മെലീന കൊടുത്ത മാല താഴോട്ട് പൊട്ടി വീഴുന്നുണ്ട്. അപ്പോഴേക്കും പവർ ഓൺ ആവും. കെല്ലി മരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ.
അവള് ഒളിച്ചിരിക്കുന്ന മെലീനയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അവിടോട്ട് വരും. ഉടനെ അവിടേക്ക് മുഖംമൂടി ധരിച്ചൊരു സൈക്കോ വരും. എന്നിട്ട് ആ സൈക്കോ ഈ കെല്ലിയുടെ തലക്കടിച്ച് അവളെ വീഴ്ത്തും. വന്നത് എല്ലിയായിരുന്നു കേട്ടോ. അവളെ ആക്രമിച്ച സൈക്കോയെ കൊന്നിട്ട് ആ ഡ്രസ്സ് ഇട്ട് അവള് വന്നതാണ്. അപ്പോഴേക്കും ലിഫ്റ്റ് വരും. ഇവര് പുറത്തേക്കുള്ള വാതിൽ അടയുന്നതിന് മുമ്പേ തന്നെ പുറത്തിറങ്ങും. അങ്ങനെ ഫായിയും സംഘവും രക്ഷപ്പെട്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും കെല്ലി മരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കെല്ലി കരയുന്ന ശബ്ദം കേട്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അസ്വാങ്ങളുടെ അടുത്തോട്ട് മാലുമിന്റെ ആത്മാവ് വരും. അതിനിപ്പം അല്പം പോലും ശക്തിയൊന്നുമില്ലാത്ത വെറും ഒരു നിഴല് മാത്രമാണ്. നേരത്തെ ഫായിയുടെ കഴുത്തിൽ നിന്നൊരു ക്ലാരയുടെ ആ ലോക്കറ്റ് താഴെ വീടില്ലേ, അത് ആരാണ്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അത് ആരാന്നറിയത്തില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് 2050. ഫിലിപ്പൈൻസ് മൊത്തം അസ്വാങ്ങൾ സൃഷ്ടിച്ച സോംബികളാ. എല്ലാം കാട് പിടിച്ചിട്ട് മനുഷ്യരൊന്നും അങ്ങനെ ഇല്ലാതെ എല്ലാം നശിച്ചു കിടക്കുക. കുറച്ച് മനുഷ്യരുണ്ട്, പക്ഷെ അവരെ കിട്ടിയാൽ ഈ സോംബികൾ കൊല്ലും. എന്നാൽ തിരിച്ച് ഈ സോംബികളെ കൊല്ലുന്ന പെൺകുട്ടിയാണ് എഡ്രിസ്. ഇനി കാണിക്കുന്നത് വേറെ രണ്ട് ചെറുപ്പക്കാരെയാ. ഇവര് എന്തെങ്കിലും ഉപകരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡോ ഒക്കെ കിട്ടുമോ എന്ന് അറിയാനായിട്ട് വന്നിരിക്കുക. പക്ഷെ ഇവിടെ മനുഷ്യരെക്കാട്ടിലും കൂടുതൽ സോംബികളായോണ്ട് ഒരു സോംബി ഇവരെ ആക്രമിക്കും. കൂട്ടത്തിലെ ഡോങ്ങിനെ ആ സോംബി പിടിക്കുന്നതിന് മുമ്പ് അതിനെ ഒരാൾ കൊല്ലും. എന്നിട്ട് 3 പേരും കൂടെ അവര് താമസിക്കുന്ന ഭൂമിക്കടിയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഒരു ചെറിയ ഫ്ലാറ്റ് പോലുണ്ട്. അവിടെ പോവും. അവിടെ ഇവരുടെ ആന്റിയും അനിയത്തിയും ഉണ്ട്. ഇനി അതാരാന്ന് പറയാട്ടോ. ഇവരുടെ ആന്റിയാണ് മെലീന. മനസ്സിലായോ മെലീന ആരാ? നമ്മുടെ ഫായിയുടെ അമ്മ. ഈ 2 ആൺകുട്ടികളിലും മൂത്തതാണ് റോസ്താൻ, ഇളയത് റിയേല്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവരെ ആ 2025 മെലീന സ്കൈക്കും ഫായിക്കും ഒപ്പം വളർത്തിയ ആ 10ഉം 2ഉം വയസ്സുള്ള മെലീനയെ വിളിച്ച ആ പിള്ളേര്. മെലീനയുടെ സഹോദരന്റെ മക്കൾ കേട്ടോ. റോസ്താൻ കല്യാണം കഴിച്ച അവന്റെ ഭാര്യയും ഈ സോംബികൾ കൊന്നായിരുന്നു. അതുകൊണ്ട് എല്ലാ സോംബികളെയും കൊന്നിട്ടേ മരിക്കത്തുള്ളെന്ന് റോസ്താൻ പ്രതിജ്ഞ എടുത്തേക്കുക. ഇവരുടെ കൂടെയുള്ള ഡോങ്ങും അനിയത്തി ഡ്രേയും പേരൻസ് സോംബികളുടെ ആക്രമണത്തിൽ മരിച്ചപ്പം മെലീന ഇവരെയും കൂടെ കൂട്ടി. അന്ന് രക്ഷപ്പെട്ട ഫായിയും എല്ലിയും സിയാനും ഒക്കെ പക്ഷെ സോംബികളുടെ ആക്രമണത്തിലോ എങ്ങനെയാണെന്നറിയത്തില്ല മരിച്ചു പോയായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഇവര് താമസിക്കുന്നിടത്തേക്ക് ആരോ വന്നെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. സോംബിയാന്ന് കരുതിയിട്ട് റോസ്താൻ ആക്രമിക്കാൻ നോക്കുമ്പം അത് എഡ്രിസാ. അവൾ അവിടെ വന്നിരിക്കുന്നത് മെലീനയെ തിരക്കുക. എന്തിനാന്ന് വെച്ചാൽ മാലുവിനെ ഇല്ലാതാക്കാൻ മെലീനയുടെ വംശത്തിനെ പറ്റൂ. സത്യത്തില് അന്ന് ഫായിയൊക്കെ ആക്രമിച്ചിട്ട് കെല്ലിയുടെ കൂട്ടത്തിൽ പെട്ടതായിരുന്നു ഈ എഡ്രിസിന്റെ അച്ഛനും അമ്മയൊക്കെ. അന്ന് ആ ലോക്കറ്റ് കിട്ടിയത് ഇവളുടെ അച്ഛനാ. ഇവര് ഒരു സോംബിയെ കൊന്നാല് പകരം 1000 സോംബികളുണ്ടാവും. ലോക്കറ്റ് കിട്ടിയതോടെ എഡ്രിസിന്റെ അച്ഛന് മനമാറ്റം ഉണ്ടാവും. അതുകൊണ്ട് അസ്വാങ്ങള് അയാളെ കൊന്നുകളയും. മനമാറ്റം ഉണ്ടായപ്പം എഡ്രിസിനോട് അവിടെ അച്ഛൻ ഈ മാലുമിനെ കുറിച്ചും പിന്നെ അതിനെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നും പിന്നെ ഈ മെലീനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. അതാണിപ്പം എഡ്രിസ് മെലീനെ തിരക്കി വന്നത്. മെലീനയെ കണ്ട എഡ്രിസ് അവളുടെ കയ്യിലുള്ള മെലീനയുടെ ആ കുടുംബ ലോക്കറ്റ് ഉണ്ടല്ലോ, അത് കാണിച്ചു കൊടുക്കും. അത് കൈ വെച്ചതും മെലീനയ്ക്ക് ക്ലാരയും ഫ്ലോറയും എല്ലാം കാണാൻ പറ്റും. അവരവളോട് മാലുമിനെ കുറിച്ചും അതിനെ അടച്ചു വെച്ചിരിക്കുന്ന പെട്ടിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കും. റോസ്താനും റിയേലും വിചാരിച്ചാലും മാലുമിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് മനസ്സിലായ മെലീന റോസ്താനോട്, നീ കരുതുന്ന പോലെ എക്കാലവും നിനക്ക് സോംബികളെ കൊല്ലാൻ പറ്റത്തില്ല. പകരം നമ്മൾ ഇല്ലാതാക്കേണ്ടത് ഇതിനെല്ലാം കാരണമായ മാലും എന്ന പിശാചിനെയാണ്. നിന്റെ ചേച്ചിമാര് മരിക്കാനും ഭാര്യ മിയ മരിക്കാനും എല്ലാം കാരണം സോംബികളല്ല, മാലു എന്ന ചെകുത്താൻ കാരണമാ. അവനെയാണ് ഇല്ലാതാക്കേണ്ടതെന്ന് പറയും. ഇവരിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് സോംബികൾ വരും. ഡോങ്ങിനെ ഒരു സോംബി കടിക്കുന്നുണ്ട്. പക്ഷെ ഈ സോംബി കടിച്ചാലൊന്നും ആർക്കൊന്നും പറ്റത്തില്ല കേട്ടോ. രക്ഷപ്പെടാനായിട്ട് എല്ലാവരും പുറത്തിറങ്ങുമ്പം ആ വീട് മൊത്തം സോംബികൾ വളഞ്ഞെന്ന് മനസ്സിലായ മെലീന, ഞാൻ എൻ്റെ കുരിശും കൊന്തയും എടുത്തിട്ട് വരാം, നീമാര് കാറിലേക്ക് പൊക്കോന്നും പറഞ്ഞിട്ട് മെലീന ആ ഫ്ലാറ്റിനകത്ത് നിന്നിട്ട് സ്വയം തീയിട്ട് സോംബികളെയും കൊല്ലും, അവരും മരിക്കും. രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്ന കാറിലോട്ടും ഈ സോംബികൾ ചാടിക്കയറുന്നുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാത്തിനെയും കൊന്നിട്ടവര് മാലു ഉള്ളിടത്തോട്ട് പോകാൻ നോക്കുമ്പോൾ വണ്ടിയിലെ പെട്രോൾ തീരും. ഉടനെ തൽക്കാലത്തേക്ക് സേഫ് ആകാനായിട്ട് അവിടെ ഉള്ള ഒരു കെട്ടിടത്തിലേക്ക് കയറുമ്പം അവിടെ ആണെങ്കിലും കുറെ മനുഷ്യരൊക്കെ ഉണ്ട്. ഇവരും മനുഷ്യരായോണ്ട് റോസ്താനെയും സംഘത്തിനെയും അവരകത്തോട്ട് കയറ്റും. ഞാൻ പറഞ്ഞില്ലേ, സോംബികൾ കടിച്ചു കഴിഞ്ഞാൽ ഇവർ സോംബി ആവത്തില്ല, പക്ഷെ ഈ സോംബികൾ കൊല്ലുക ചെയ്യുന്ന ആൾക്കാരെ. ഇവരുടെ ലക്ഷ്യം മാലുമിന്റെ പെട്ടിയും അതിനെ നശിപ്പിക്കുക എന്നുള്ളതാ. അതുകൊണ്ട് തൽക്കാലം റിയേലിനെയും ഡോങ്ങിനെയും ഡ്രേയെയും ഈ മനുഷ്യരുടെ അടുത്താക്കിയിട്ട് എഡ്രിസും റോസ്താനും മാത്രം മാലുമിന്റെ പെട്ടിയിരിക്കുന്നിടത്തോട്ട് പോകാനാണ് റോസ്താന്റെ പ്ലാൻ. ആ പ്ലാൻ പക്ഷെ റിയൻ സമ്മതിക്കത്തില്ല. ചേട്ടൻ എവിടെ പോയാലും ഞാൻ വരും, ജീവിക്കുന്നുണ്ടെങ്കിലും ഒരുമിച്ച് മരിക്കുന്നുണ്ടെങ്കിലും ഒരുമിച്ച്, അതിനൊരു മാറ്റം ഇല്ലെന്നും പറഞ്ഞിട്ട് റിയേനും ഇവർക്കൊപ്പം കൂടെ പോകാനൊരുങ്ങും. പക്ഷെ അപ്പോഴേക്കും സോംബികൾ അവിടേക്ക് വരും കേട്ടോ. അവിടെ ഉള്ളവരെ എല്ലാം ഈ സോംബികൾ കൊല്ലും. ഈ സോംബികൾക്ക് ചെറുതായിട്ടൊക്കെ പറക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇതിനിടെ ഒരു സോംബി ഡോങ്ങിനെയും കൊല്ലും. പക്ഷേ അപ്പോഴാണ് അവിടേക്ക് മാലും വരുന്നത്. അസ്വാങ്ങൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെയൊക്കെ കൊന്നിട്ട് പൂജയൊക്കെ ചെയ്ത് മാലുമിനെ മനുഷ്യരൂപത്തിലുള്ള ഒരു ചെകുത്താനാക്കി മാറ്റിയേക്കുക. അത് ഡോങ്ങിന്റെ രൂപത്തിൽ വന്നിട്ട് ഡ്രേയം കൊല്ലും. ഇത് കണ്ട് റിയേൽ അവളെ രക്ഷിക്കാനായിട്ട് പോകുമ്പം ഒരു സോംബി അവനെ ആക്രമിക്കും.
അപ്പോഴാണ് ഇവനെ തൊട്ടാല് ആ സോംബിയുടെ കൈ വെന്തു പോകുന്നത് റിയൽ ശ്രദ്ധിക്കുന്നത്. ഇവർക്ക് ഇത്രയും നാള് സോംബികൾ ആക്രമിക്കാൻ വരുമെങ്കിലും ഇവർക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അവിടേക്ക് വന്ന റോസ്താൻ ഡോങ്ങും ഡ്രേയും എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡ്രേയുടെ തല ഇവരുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നത്. ഉടനെ മാലും ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ട റോസ്താൻ എഡ്രിസിനോട് റിയേലുമായിട്ട് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറയും. എന്നാൽ പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ മാലും മൂന്നിനെ ആക്രമിക്കും. മാലും റോസ്താനെ കൊല്ലാൻ നോക്കുമ്പം അവന്റെ രക്തം മാലുമിന്റെ കയ്യിൽ പറ്റുമ്പം ചെകുത്താന്റെ കൈയും പൊള്ളുന്നുണ്ട്. അത് മനസ്സിലാക്കിയ മാലും പെട്ടെന്നങ്ങ് അപ്രത്യക്ഷനാവും. പക്ഷെ ഈ കാര്യം റോസ്താൻ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് പല ഭാഗത്തു നിന്ന് ഓരോന്ന് പറഞ്ഞ് ഇവരെ പേടിപ്പിക്കാൻ നോക്കും. ഇവര് വെടിവെച്ചിട്ടും തീ കത്തിച്ചിട്ടും ഒന്നും അതിനെ കൊല്ലാനും പറ്റുന്നില്ല. ഉടനെ റിയേല് മാലുമിനെ അവന്റെ രക്തം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കത്തി വെച്ച് മാലുമിനെ കുത്തിയിട്ട് അതിന്റെ അറ്റം സ്വന്തം ദേഹത്തോട്ട് കുത്തും. ഇതോടെ മാലും പകുതി മരിക്കും. ഉടനെ റോസ്താന് കാര്യം മനസ്സിലാവും. അവൻ ഉടനെ സ്വന്തം കൈ മുറിച്ചിട്ട് ആ രക്തം പുരണ്ട കത്തി ഉപയോഗിച്ച് മാലുമിന്റെ നെഞ്ചിലോട്ട് കുത്തിയിറക്കും. അതോടെ മാലും മരിച്ചു. മാലും മാത്രമല്ല റിയേലും മരിച്ചു കേട്ടോ. ഇങ്ങനെ തന്നെയായിരുന്നു നേരത്തെ ക്ലാര ഈ മാലുമിനെ അടച്ചിട്ടതും. മാലും മരിച്ചതോടെ സോംബികൾ മൊത്തം ഇല്ലാതാവും. ഇനി ആകെ ജീവനോടുള്ളത് എഡ്രിസും റോസ്താനും മാത്രമാണ്. അവരൊരുമിച്ച് നടന്നു പോകുന്നത് കാണിച്ച് ഈ സിനിമയ്ക്ക് ഇവിടെ കർട്ടനിടുകയാണ് സുഹൃത്തുക്കളെ. ശരിക്കും പറ, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായോ? പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. റേറ്റിംഗ് നോക്കിയിട്ട് കാണാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഈ പടം ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി സിനിമയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ടാറ്റാ.